فما لي عينيك إن قلت كفوفها متى وما لي قلبك إن قلت استفق يا هيمي. ബുർദയിലെ മൂന്നാമത്തെ വരിയാണത്. കഴിഞ്ഞ രണ്ട് വരിയിലും ഇമാം ബൂസൂരി തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ കരയുന്നത്? ദൂസലമിലെ അയൽവാസികളെ ഓർത്തതുകൊണ്ടാണോ, അതല്ലെങ്കിൽ കാദിമയിലെ കാറ്റടിച്ചു വീശിയത് കൊണ്ടാണോ, അതല്ലെങ്കിൽ ഇളമിൽ നിന്ന് മിന്നെറിയുന്ന പ്രകാശം കണ്ടതുകൊണ്ടാണോ? അപ്പോഴൊക്കെ സ്വന്തം ആത്മാവിനോടാണ് ഈ ചോദിക്കുന്നത്. അപ്പോഴൊക്കെ ആത്മാവ് അതിനെ നിഷേധിക്കുകയാണ്. എനിക്കാരോടും സ്നേഹമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ ആത്മാവിന്റെ അടുത്ത് നിന്ന് മറുപടിയൊന്നും കിട്ടാതെയായപ്പോ ഇമാം ബൂസൂരി തങ്ങൾ ചോദിക്കുകയാണ്, നീ ഇങ്ങനെ സ്നേഹം നിഷേധിക്കുകയാണെങ്കിൽ എനിക്കാരോടും സ്നേഹമൊന്നുമില്ല, ഞാനൊരു പ്രണയത്തിലും പെട്ടുപോയിട്ടില്ല എന്ന് നീ പറയുകയാണെങ്കിൽ ഫമാലി ഐനൈക, നിന്റെ രണ്ട് കണ്ണിനും എന്താ പറ്റിയത്? അത് പറ. നിന്റെ രണ്ട് കണ്ണിനും എന്തു പറ്റി? ഇൻ ഖുൽതക് ഫുഫാഹമത, ആ കണ്ണുകളോട് നീ അടങ്ങ്, ഇനി കരയല്ല എന്ന് പറയുമ്പോൾ അത് ധാരധാരയായി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അതിന്റെ കാരണം അത് നീ പറയണം. വമാലി ഖൽബിക ഇൻ ഖുൽത സ്തഫിഖ് യഹിമി, അതുപോലെ നിന്റെ ഹൃദയത്തിന് എന്തു പറ്റി? അതിനോട് നീ ബോധം വീണ്ടെടുക്കൂ, ഒന്ന് അടങ്ങൂ എന്ന് പറയുന്ന സമയത്ത് അത് കൂടുതൽ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് പരിഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഹൃദയത്തെ നിനക്ക് ശാന്തമാക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നൊന്ന് നീ പറഞ്ഞതാ. നീ സ്നേഹമില്ല, എനിക്കാരോടും, ഞാൻ ആരോടുമുള്ള പ്രണയത്തിൽ വീണുപോയിട്ടില്ല, ഞാൻ സ്വബോധത്തിൽ തന്നെയാണ് എന്ന് നീ പറയുന്നുണ്ടല്ലോ. എന്നാൽ നിന്നിൽ പ്രകടമാകുന്ന ഈ കാഴ്ചകളൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട് നീ ഏതോ ഒരു പ്രണയത്തിൽ വീണുപോയിട്ടുണ്ട് എന്ന്. അപ്പൊ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു സ്വന്തം ആത്മാവിനോട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ കരയുന്നത്, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിൽ രക്തം ചാലിച്ചത്, അതിന്റെ കാരണം എന്താണ്? അപ്പൊ ആത്മാവിന്റെ അടുത്തുനിന്ന് മറുപടി കിട്ടാതെ വന്നപ്പോ കാരണങ്ങളും അതുപോലെ തന്നെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ചോദ്യം ആവർത്തിക്കുകയാണ്.